സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം തീരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സമരപ്രതിജ്ഞാ റാലിയോടെ സമരം അവസാനിപ്പിക്കും. ജില്ലാ തലത്തിലും താഴെത്തട്ടിലും സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഓണറേറിയം കൂട്ടിയത് സമരത്തെ തുടർന്നല്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. ഫെബ്രുവരി 10-നാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടങ്ങിയത്. ഒടുവിൽ 265 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാപകൽ സമരം അവസാനിപ്പിക്കുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം. ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ ജില്ലാതലത്തിൽ സമരം തുടരും. ഇത്രയും നേട്ടങ്ങൾ ഈ സമരത്തിലൂടെ 265 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിൽ 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമര രൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. ആശമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടിയത് വിജയമെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. സർക്കാർ പ്രഖ്യാപനത്തെ ആശമാർ അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഓണറേറിയം കൂട്ടിയത് സമരം കൊണ്ടല്ലെന്നും മന്ത്രി. എന്തായാലും അവർ സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യമാണ്. നമ്മുടെ ബഡ്ജറ്റ് ചർച്ചയിലെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ 10-12 വർഷം മുമ്പ് തീരുമാനിച്ചതാണ്, ഞങ്ങളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവർ വർദ്ധിപ്പിക്കണം. ഈ കാര്യമാണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നു ഈ സമരം കൊണ്ടാണ് വർദ്ധിപ്പിച്ചത്. അവരങ്ങനെ വിചാരിച്ചോട്ടെ, ആ സമരത്തിനോടൊന്നും നമുക്ക് അനുഭവമില്ലാതില്ല. സമര രീതി മാത്രമാണ് മാറ്റുന്നതെന്നും ആശമാർക്കുള്ള പിന്തുണ തുടരുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തീർത്തും അപര്യാപ്തമാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റമുണ്ടാകും. നാളെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്രതിജ്ഞാ റാലി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ റാലി ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.